നിരോധിത സംഘടനയിൽ നിന്ന് മാസം തോറും കേരളത്തിലെ 60-ൽ പരം മാധ്യമപ്രവർത്തകർ പണം പറ്റുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ മാത്യു സാമുവൽ പറഞ്ഞത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അതായത് നിരോധിത സംഘടന എന്ന് പറയുന്നത് PFI ആണ്. PFI നിന്ന് മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടുകൂടി കേന്ദ്രം അന്വേഷിക്കേണ്ടതാണ്. അത്തരത്തിൽ നിരോധിത സംഘടനകളിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയെ തകർക്കാൻ കൂടി തന്നെയാണ്. ഇന്ത്യയിൽ ഒരു BJP വിരുദ്ധത ചില മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ആ വിരുദ്ധത അവർ ചില ഇസ്ലാമിക തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്യു സാമുവൽ എന്ന് പറയുന്ന തെഹൽക്കയുടെ മുൻ പത്രപ്രവർത്തകനായിരുന്ന, അല്ലെങ്കിൽ തെഹൽക്കയുടെ മുൻ മേധാവിയായിരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാർഗവറാം എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്. ശ്രീ മാത്യു സാമുവൽ പറയുന്നത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അതിനോട് ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുന്നു. പ്രവർത്തിയെടുക്കുന്ന മാധ്യമങ്ങളുടെ പേരുകളോ മാധ്യമ പ്രവർത്തകരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകളോ നോക്കി ആരെയും ശുദ്ധരോ അശുദ്ധരോ ആയി ശങ്കിക്കേണ്ട. കാരണം അറിഞ്ഞിടത്തോളം എല്ലാ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽപ്പെട്ടവർക്കും ഏറിയും കുറഞ്ഞും ജിഹാദി ഭീകരബന്ധമുണ്ട്. മന്ത്ലി പേറോളിൽ പേരുള്ളവർ തൊട്ട് കൃത്യമായ ഇടവേളകളിൽ പ്രത്യേക ഗിഫ്റ്റുകൾ കൈപ്പറ്റുന്നവർ വരെയുണ്ട്. പല മാധ്യമ മാനേജ്മെന്റുകൾക്കും ഇതൊക്കെ അറിയാമെങ്കിലും അവർ കുറ്റക്കാരെ സംരക്ഷിച്ചു പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തക സംഘടനകളും ചെയ്യുന്നത് അത് തന്നെ. രാഷ്ട്രീയ ബന്ധങ്ങളും പിടിപാടുകളും ദുരുപയോഗിച്ച് അന്വേഷണങ്ങൾ മുക്കുന്നത് കൊണ്ട് തൽക്കാലം മുഖം രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആത്യന്തികമായി ഇത്തരക്കാർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ ആർക്കും കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല, ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭീകര സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതും പച്ചയായ സത്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാത്യു സാമുവൽ ഒരു വാർത്ത ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ആ വാർത്തയ്ക്ക് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. എടാ പൊട്ടൻ സുഡാപ്പി, നിന്നെപ്പോലെ ഭയക്കുന്ന ഒരുത്തനല്ല ഞാൻ ഇവിടെയുണ്ട് എന്ന് കേരള പോലീസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, എന്നെ റിമാൻഡിലാക്കാം. ഇതുപോലെയുള്ള പല കേസുകൾ എനിക്കെതിരെ ഉണ്ട്. അതിലൊരു കേസ് മാത്രമായിട്ടാണ് ഞാനെതിരെ പരിഗണിക്കുന്നുള്ളൂ. അതെനിക്ക് കൃത്യമായി നേരിടാൻ അറിയാം. ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട്. എൻ്റെ 2 ഫോണിലും ഞാൻ അവൈലബിൾ ആണ്. മത തീവ്രവാദി പത്രമേ, നീ വേറെ ആളിനെ നോക്ക്. എൻ്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ മാധ്യമങ്ങളെ വളരെ വലിയ രീതിയിൽ വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ പലർക്കും വിശ്വാസമില്ല. കള്ളക്കഥകൾ പറയുകയാണ്, വ്യാജ കഥകൾ പറയുകയാണ്, വ്യാജ വാർത്തകൾ പറയുന്നവരാണ് ഓൺലൈൻ മീഡിയക്കാരെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എല്ലാവർക്കുമല്ല, പലർക്കും. കാരണം പലരും ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആശ്രയിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന പലരുമുണ്ട്. അത് ABC-യുടെ മീഡിയ മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകളുടെ വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ മുൻനിര ചാനലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടി തമ്മിലടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. നമുക്കറിയില്ല ഏതൊക്കെയാണ് മാധ്യമങ്ങൾ, ആരൊക്കെയാണ് മാധ്യമപ്രവർത്തകർ. പല മാധ്യമപ്രവർത്തകരും പാരീസിലും ദുബായിലും അമേരിക്കയിലും ഒക്കെ ടൂർ നടത്തുന്നതും പലപ്പോഴും അവരൊക്കെ യാത്ര പോകുന്നതും ഒക്കെ നമ്മൾ കാണാറ് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പല ചാനലുകളിലും പല തരത്തിലാണെങ്കിൽ പോലും കിട്ടുന്ന ശമ്പളം കുടുംബ കാര്യങ്ങൾ നോക്കി, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, ജീവിത ചെലവുകളിലൊക്കെ നോക്കി കഴിയുമ്പോൾ
ഇവരെയൊക്കെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഈ വിദേശത്തൊക്കെ പോകാൻ ഓരോ പരിപാടി നടത്താൻ വേണ്ടി വിളിക്കും, അല്ലെങ്കിൽ ഒരു പരിപാടി ഇവരെ സംഘടിപ്പിക്കും, അത് ഉദ്ഘാടനം ചെയ്യാനോ അതിൽ സംസാരിക്കാനും ഒക്കെ ഇവരെ ഗസ്റ്റായി വിളിക്കും. ഈ വിളിക്കുന്നതിന് പണം കൊടുക്കും. അപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും പുറത്തു പോകുന്നു, അവരൊക്കെ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, അതിനു വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജിഹാദി സ്നേഹം വളർന്നു വരുന്ന ഒരുപാട് ഈ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ളത് അത് അടുപ്പുകൂട്ടി ചർച്ചക്കാർ മാത്രമല്ല, പലരും ജിഹാദികളോട് വല്ലാത്ത സ്നേഹമാണ്. അതിനുവേണ്ടി അവർ ഇപ്പോൾ കർഷക സമരമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഖാലിസ്ഥാൻ പതാക പിന്നെ ചെങ്കോട്ടയുടെ മുകളിൽ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ പോലും അതിനെ അനുകൂലിച്ചുകൊണ്ട് വാർത്ത ചെയ്ത മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്നുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ എല്ലാ അവകാശങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഈ ഇന്ത്യയിൽ ആര് ഭരിച്ചാലും ഇന്ത്യ മതേതരത്വ രാജ്യമായി നിലനിന്ന് പോകുന്നത് കാണാനാണ് എല്ലാ ഇന്ത്യക്കാരനും ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യ എല്ലാവരും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് ഇന്ത്യക്കാർ എന്ന് പറയാറുണ്ട്. അതിനുള്ള പണി നമുക്കിപ്പോൾ ബംഗാളികൾ നല്ല രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നും ആസാമിൽ നിന്നും ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ബംഗാളികൾ, അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ നമുക്ക് എട്ടിൻ്റെ പണി തരുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ നിരോധിത സംഘടനയിൽ നിന്ന് പണം വാങ്ങുന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ട് എങ്കിൽ, അത്തരത്തിൽ കേരളത്തിൽ അത്തരം മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അതിൽ കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ നിലപാടുകൾ, ലക്ഷ്യങ്ങളൊക്കെ രഹസ്യ അന്വേഷണ വിഭാഗം, കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അത്തരക്കാരുണ്ട് എങ്കിൽ ഒരു ദാർഷ്ട്യവുമില്ലാതെ അവരെയൊക്കെ തുറങ്കലിലടയ്ക്കാനുള്ള നടപടികളും ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ഈ നിരോധിത സംഘടനകൾ എന്ന് പറയുന്നത് ഇന്ത്യ മുസ്ലിം രാഷ്ട്രമായി മാത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഇന്ത്യ മതേതരത്വ രാജ്യമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പണ്ടൊരു മാധ്യമപ്രവർത്തക പറഞ്ഞത് എപ്പോഴും പറഞ്ഞത് ആവർത്തിക്കുന്നത്, അത് കേൾക്കുമ്പോൾ ഇവർ മാധ്യമപ്രവർത്തകയാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, RSS വളരുമെന്നുള്ള ഭയം കൊണ്ട് SDP പല അക്രമങ്ങളും പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുബോധത്തിൽ കൊണ്ടുവരാറില്ല ഞങ്ങൾ എന്നാണ് ആ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്. അതായത് SDP അല്ലെങ്കിൽ നിരോധിത സംഘടന, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത സംഘടനകൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇവിടെ കാണിക്കുന്നു, അവർ അക്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഞങ്ങളത് കാണിക്കാത്തത്, ഞങ്ങളത് പറയാത്തത്, അത്തരത്തിൽ ഈ സംഘടനകൾ കാണിക്കുമ്പോൾ ഞങ്ങളത് തുറന്നു പറഞ്ഞാൽ RSS ഇവിടെ വളർന്ന് പന്തലിക്കും. RSS വളരുന്നതോ BJP വളരുന്നതോ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യങ്ങൾ തുറന്നു പറയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ നിരോധിത സംഘടനയുമായി ഫണ്ട് പറ്റുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രം കൃത്യമായ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം.